അരയാലും വേപ്പ് ഒന്നിച്ച് നടാറുണ്ട് ചില സ്ഥലത്ത്. അരയാലാണ് വൃക്ഷങ്ങളുടെ രാജാവാണ് അരയാൽ. ഇനി ആരുടെ കയ്യിലല്ലാത്ത ഇതിനകത്ത് വൃക്ഷത്തെക്കുറിച്ച് പറയാൻ അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. ആരെങ്കിലും വൃക്ഷത്തെക്കുറിച്ച്, വൃക്ഷം നടേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയാൻ അറിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം, നമുക്കും കൂടി അറിയാം. ഇനി ആൾക്കാർ പറയും ക്യാൻസറിന് മാത്രമല്ല വന്ധ്യതയ്ക്ക് പിന്നെ ഒരുപാട് രോഗങ്ങൾക്കുള്ള ഔഷധം വിറ്റാമിൻ എ, ബി, സി, ഡി, കാർബോ, അങ്ങനെ 11ഓളം സോഡിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഒട്ടനവധി നമുക്ക് നട്ട സ്ഥലം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണേ. നട്ട സ്ഥലത്ത് ഒരു കമ്പോ എന്തെങ്കിലും ഒന്ന് കമ്പ് വെച്ചിട്ട് പേര് കൊടുക്കാൻ. അതെ അതെ, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ മനസ്സിലാവില്ല. അതിൽ നാഗവള്ളി വെച്ച സ്ഥലം. പിന്നെ ഇത് കമണ്ടലു ആണ് കേട്ടോ, കമണ്ടലു. മറന്നുകൊണ്ട് ഇത് വെച്ച ആൾ ഓർമ്മിക്കണേ, കമണ്ടലു കേട്ടാ. ഏത് അത് ഗരുഡപ്പച്ച, ഗരുഡപ്പച്ച എന്ന് പറയും. ഭയങ്കര ഔഷധമാണ്. ഒരുപാട് ആയുർവേദ. ഇവിടെയൊക്കെ ഓരോ കമ്പ് കുത്തണേ, ഇല്ലെങ്കിൽ ചവിട്ടി കൊട്ടിപ്പോവും. ഇതിനെ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് കുറച്ച് ഒരു 27 മരങ്ങളുടെ പേരുകൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടും. അപ്പോൾ 27 മരങ്ങൾ മാത്രമല്ല, നമ്മുടെ വേദങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പൗരാണികമായ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം പ്രകൃതി ആരാധനയായിരുന്നു. ഈ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ വന്നാണ്. അതിന് മുമ്പൊക്കെയുള്ള നമ്മുടെ ഏറ്റവും പൗരാണികമായ ആരാധന പ്രകൃതി ആരാധിക്കലാണ്. പുഴയെ, സമുദ്രത്തെ, മലകളെ, വൃക്ഷങ്ങളെ, ഭൂമി ദേവിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സർവചരാചരങ്ങളെയും ഈശ്വരന് തുല്യമായി കാണുന്ന ഒരു പാരമ്പര്യമായിരുന്നു, ഭാരതീയ പാരമ്പര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിങ്ങനെ ഡെവലപ്ഷൻ തന്നെ ചുരുങ്ങിയത് നാം ഓരോരുത്തരും നമ്മുടെ നക്ഷത്ര വൃക്ഷത്തെ കണ്ടാൽ മനസ്സിലാക്കുക, കുറച്ച് മരങ്ങളുടെ പേര് മനസ്സിലാക്കുക. ഇത്രയും മരങ്ങൾ നമ്മൾ നട്ടിരിക്കണം ജീവിതകാലത്ത്. എന്നാൽ മാത്രമേ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഹോമോസാപ്പിയൻ എന്ന മനുഷ്യൻ മാത്രം ഇവിടെ ഉണ്ടായാൽ ഈ ഭൂമി അതേ രീതിയിൽ പോയില്ല. എല്ലാം വേണം ഇവിടെ, പുല്ലും പുൽച്ചാടിയും എല്ലാം. ഇവിടെയുള്ളതൊന്നും വേണ്ടാത്തതായിട്ടൊന്നുമില്ല. അതൊക്കെ നമുക്ക് വേണ്ട മാവും പ്ലാവും റബ്ബറും മാത്രം നട്ട് കഴിഞ്ഞാൽ അവിടെ സന്തുലിതാവസ്ഥ തെറ്റും. ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എല്ലാവരും ഒരു വാക്കെങ്കിലും 2 വാക്കെങ്കിലും സംസാരിക്കണം. അത് കേൾക്കാനും കൂടിയാണ് ഞാൻ വന്നത്. നിങ്ങളുടെ മരത്തേക്ക് കാഞ്ഞിരത്തിൻ്റെ പൂവിൻ്റെ മുകളിൽ, കാഞ്ഞിരത്തിൻ്റെ മരത്തിൻ്റെ പൂവിൻ്റെ മുകളിൽ പോയിരിക്കുന്ന വണ്ട് അത് കഴിഞ്ഞ് മാമ്പൂവിൻ്റെ മുകളിൽ പോയിരിക്കും. അപ്പോൾ ആ മാമ്പൂവ് കരിയാതെ മാങ്ങയായിട്ട് മാറാനുള്ളത് എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളാണ്. ഈ 27 എന്നല്ല, ഇവിടെയുള്ള മരങ്ങളൊക്കെ മുമ്പ് ഇതിൽ പലതും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തൃക്കേട്ടയുടെ വെട്ടി, മൂലത്തിൻ്റെ പൈൻ, വിട്ടത്തിൻ്റെ വന്നി, അങ്ങനെ പലതും നമുക്ക് ഇന്ന് മുമ്പ് ഇവിടെ ഉണ്ടായതായിരുന്നു. ഇപ്പം അതൊന്നും കാണാനില്ല. അപ്പോൾ ഇതൊക്കെ സംരക്ഷിച്ച് നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ പ്രാപിക്കാനുള്ള ഒരു പദ്ധതി കൂടിയാണ്. ഈ വൃക്ഷത്തിൻ്റെ സ്വഭാവവും നക്ഷത്രക്കാരൻ്റെ സ്വഭാവവും ഒരുപോലെയാണ് എന്ന് പറയുന്നു. മാത്രമല്ല ഈ മരത്തിൻ്റെ ഘടന പോലും നക്ഷത്രക്കാരൻ്റെ ഘടനയായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നു. ഈ വൃക്ഷത്തിൻ്റെ വളർച്ചയിലൂടെ ഉണ്ടാകുന്ന പോസിറ്റീവ് വൈബ്രേഷൻ ആ നക്ഷത്രക്കാരനെ സ്വാധീനിക്കും എന്ന് പറയുന്നു. നക്ഷത്രക്കാർ കുറഞ്ഞത് നട്ടില്ലെങ്കിൽ അതിനെ പരിപാലിക്കാനെങ്കിലും, അത് തിരിച്ചറിയാനെങ്കിലും ഇന്നത്തെ ഈ അവസരം കൊണ്ട് സാധിക്കണം. ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും നക്ഷത്രവും അതിൻ്റെ മരവും ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഓരോ മരത്തെക്കുറിച്ച് പറയാൻ 1-2 മണിക്കൂർ പറയണം.
അത് ഞാൻ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് താല്പര്യം. നിങ്ങളുടെ എല്ലാവരുടെയും 2 വാക്ക് കേൾക്കാൻ ഞാൻ സന്തോഷം. ഈ 3 വീട്ടിനടുത്ത് പറ്റില്ല എന്ന് പറയുന്നത്. കാനിമരം, ആറ്റുവഞ്ചി, പിന്നെ അതുപോലെ തന്നെ പൊതുവെ അരയാല് നടുന്ന വലിയ ഒരു ഒരേക്കർ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അരയാല് വീട്ടിൽ പറ്റൂ. കാരണം വീടിനടുത്ത് പറ്റില്ല. അതൊരു നോൺ ഡൊമസ്റ്റിക് ട്രീ എന്നാണ് പറയുന്നത്. കാരണം ലോകത്തുള്ള മരങ്ങളിൽ അരയാലിനോടും തുളസിയോടും കിടപിടിക്കാൻ വേറൊന്നുമില്ല, ഒരു സസ്യമില്ല. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു മരം. ഓക്സിജൻ മാത്രമല്ല, O3യുടെ സാന്നിധ്യം ഇത് എപ്പോഴാണ്? പുലർകാലത്താണ്. അപ്പോൾ പുലർകാലത്ത് നമ്മുടെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ 7 പ്രദക്ഷിണ പറയുന്നത്. നമ്മൾ ആരും ചെയ്യാറില്ല. പുലർകാലത്ത് ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് 7 പ്രദക്ഷിണം ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ അരയാലിന്റെ ചോട്ടിൽ ഒരു 10 മിനിറ്റ് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ വരെ മാറാം. വന്ധ്യതയ്ക്ക് പരിഹാരം ഉണ്ടാകാം. നിങ്ങളുടെ ബുദ്ധിയെ, ചിന്തയെ, ആരോഗ്യത്തെ സ്വാധീനിക്കാൻ ഈ അരയാലിന്റെ വായു ഉണ്ടല്ലോ, ആ അരയാൽ ഉൾപ്പെടുന്ന വായു അതിന് കഴിയും എന്നാണ് പറയുന്നത്. കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ താന്ത്രിക പാരമ്പര്യം കൂടിയുള്ള ആൾക്കാരാണ് ഇവരിടയ്ക്ക്. ഇങ്ങനെ നക്ഷത്രവൃക്ഷം പരിപാടി ഏറ്റവും മനോഹരമായി ചെയ്തൊരു സ്ഥലമുണ്ട്. ഇവർ തന്നെ തന്ത്രത്തിലുള്ള കുട്ടിച്ചാത്തൻ കണ്ടി വിളയാട്ടൂർ, അതൊന്ന് പോയി കാണണം. അവിടെ വളരെ മനോഹരമായി മതിൽ കെട്ടി തിരിച്ച് അവിടെ 27 നക്ഷത്രത്തിൻ്റെയും പൂജ നടത്തി. കേരളത്തിലെ പ്രശസ്തരായ തന്ത്രികൾ വന്നിട്ടാണ് പൂജ നടത്തി. ഒരു 3-8 കൊല്ലമായിരുന്നു, 12 കൊല്ലമായി. അപ്പോൾ ആ നക്ഷത്രത്തിനൊക്കെ അതായത് നക്ഷത്രക്കാരുള്ള തന്ത്രിവര്യന്മാർ വന്ന് പൂജ കഴിച്ച് നട്ട് പരിപാലിച്ചിരിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുണ്ട്. അത് നമ്മളൊന്ന് പോയി കാണണം. നമ്മുടെ നാട്ടിലെ ഊർജം നിലനിൽക്കണമെങ്കിൽ, നമ്മളെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഇത്തരം കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ വലിയ ഗണപതി ഹോമം, 5 പഞ്ചഭൂതങ്ങളുടെ ഗണപതി ഹോമം, ഇതൊക്കെ സംഘടിപ്പിക്കാൻ ഞങ്ങളൊരു താന്ത്രിക വൈദിക പഠന കേന്ദ്രം എന്നൊരു സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും അതിലൊരു അംഗമാണ്. ചേട്ടനൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ സമൂഹത്തിൻ്റെ ഈ മേഖലയിൽ വൃക്ഷങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കുറേ സ്ഥലങ്ങളിൽ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തീരുന്ന ദിവസവും നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ സർപ്പബലി നടക്കുന്ന ദിവസം എന്ന വേദിയിൽ പ്രതിഷ്ഠിതരായ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, നമുക്കിതിനെക്കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല, എന്നാലും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. പിന്നെ കുറേ സംശയങ്ങൾ ചോദിച്ചു. ഈ സംശയങ്ങൾ ചോദിക്കുമ്പം അങ്ങൊന്ന് പറഞ്ഞു, കുട്ടിയേക്കൊന്നും ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കാരണം കുട്ടികളല്ല, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. സമയം കിട്ടുന്ന ആ മൊബൈലിൽ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അരമണിക്കൂർ കുറച്ച് അറിവുകളൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പം വെറും നേരത്തെ അങ്ങനെ പറഞ്ഞു ദൈവസങ്കല്പം മാത്രമല്ല, ഇത് നമ്മൾ പ്രകൃതിയിൽ ചെയ്യുന്ന ഏറ്റവും പുണ്യകർമ്മമാണ്. അപ്പം നമുക്ക് തന്നെ ഇപ്പം പ്രായമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓക്സിജൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായാൽ ആശുപത്രിയിൽ പോയാൽ ആദ്യം തന്നെ ഓക്സിജൻ ട്യൂബാണ് എടുക്കുക. അത് കിട്ടുന്ന സാധനമാണ്. ഇതിനെക്കാട്ടും വലിയ ഭക്ഷണം വേറെയില്ല. ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാനാവും. ഇപ്പം കഴിയുന്നതും നമ്മുടെ വീടുകളിലൊക്കെ 3-4-5 വൃക്ഷങ്ങളും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വെച്ച് പിടിപ്പിക്കുക. അത് നമ്മളെ അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കുക. അതേമാതിരി ഇവിടെ ഇരിക്കുന്ന ചെറിയ മക്കൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇനി നമുക്ക് മരങ്ങളൊക്കെ കിട്ടും. ഇനി കൂടുതൽ മരങ്ങളൊക്കെ കിട്ടാൻ നടാൻ എല്ലാവരും വരിക, എല്ലാവരും സഹകരിക്കുക, എല്ലാവരും വിഷയത്തെ പറ്റി മനസ്സിലാക്കുക, വീട്ടിലത് കുഴിച്ചിട്ടുക, അറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ള സമയത്തൊക്കെ വരിക, ചോദിക്കുക. എല്ലാവർക്കും എൻ്റെ ഒരു ആശംസകളൂടെ അറിയിക്കുന്നു. എന്താണെന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഇത് തന്നെയാണ്. ചെറിയ മരമാണ്. അപ്പോൾ ഇത് കുട്ടികൾ പോകണമെന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിച്ചത്. പക്ഷേ ഇത് വീട്ടിൽ നടാൻ പാടില്ല എന്ന് വൃക്ഷായുർവേദ ഗ്രന്ഥം അതിന് പറയാൻ അതിൻ്റെ ശാസ്ത്രീയ വശം എന്താ വെച്ചാൽ ഇത് വളരെ ഭീകരമായിട്ട് വളരും. പെട്ടെന്നൊരു 5 കൊല്ലം കൊണ്ട് തന്നെ വളരെ വലുപ്പത്തിലങ്ങ് വളരും. അപ്പോൾ വീടിൻ്റെ അടുത്ത് പറ്റൂല. വലിയ വൻമരങ്ങളൊന്നും വീടിൻ്റെ അടുത്ത് നടാൻ പാടില്ല. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ മോള് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചു. 4 കൊല്ലം കൊണ്ട് വൻമരമായി. എനിക്കത് മുറിച്ച് മാറ്റാൻ 5000 രൂപ ചിലവായി. ഇത് പൊതുവെ പറയുന്നത് ജലാശയത്തിന് സമീപത്ത് നടേണ്ട മരമാണെന്ന് പറയുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നക്ഷത്രവും ചോതിയാണ്. ചോതിയുടെ മരം നീർമരുതാണ്. അർജുനൻ ശിവതപം ചെയ്തത്
ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിന് വീരവൃക്ഷം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ശിവക്ഷേത്രങ്ങളിൽ ഈ മരം വളരെ പ്രാധാന്യമുണ്ട്. ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ മരത്തിനൊരു പ്രദക്ഷിണമെങ്കിലും ചെയ്താൽ മതി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗുണമില്ല.